ഹലോ ഗൈസ്, വീഡിയോ എന്താടാത്ത് എവിടെയാണിത്? ഒരനക്കമല്ലോ എന്ന് കുറേ പേരായി ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു ഫേവറേറ്റ് ഡിഷാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫുള്ള് തന്നെ. ഇത് ദോശയാണ്, ഒനിയൻ റോസ്റ്റ് ഇല്ലേ, അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദോശ എങ്ങനെയോ പരത്തി ദോശയായി കിട്ടി. ഭാഗ്യം, രക്ഷപ്പെട്ട്. ഇനി ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നോക്കാം. ഞാൻ ഓൾറെഡി ഒനിയനും ക്യാരറ്റ് പിന്നെ മല്ലിയിലൊക്കെ കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ മിക്സും കൂടി ഇടാൻ വേണ്ടു. അപ്പോൾ അതിനേക്കാളും മുന്നേ ദോശ പരത്തിയതിന് ശേഷം കുറച്ച് ഗീ എടുത്ത് ഞാൻ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ ഇടാത്തൊന്നുമല്ല, വീഡിയോ ഇടുന്നൊക്കെ ഉണ്ട്. ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ, ലോങ് വീഡിയോ ഇടാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ്. എന്താണ് ബാബു, ഒരു വൈബില്ല വീഡിയോ ഇടാൻ ഒക്കെ, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും മടി കൂടാണ്ട് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നെയ്യ് എടുത്ത് നോക്കിയപ്പോൾ നെയ്യാണെങ്കിൽ ഫ്രിഡ്ജിലായിരിക്കുന്നുണ്ടായിരുന്നു. നെയ്യിട്ട് പാത്താൻ നോക്കിയിട്ട് നെയ്യിട്ട് പരക്കുന്നില്ല. ഒരു വിധത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒനിയൻ റോസ്റ്റ് ആവുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആവുമോ എനിക്കറിയാൻ മേലെ. സംഭവം ശരിയായാൽ മതിയായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ദോശയ്ക്ക് എന്തായാലും മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒനിയൻ റോസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒനിയൻ റോസ്റ്റ് ആക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഗീയൊക്കെ പരത്തി വെച്ചു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ക്യാരറ്റ് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ഇട്ടതാട്ടോ. എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏതോ മയിൽ കൊച്ചിൻ്റെ പോലെയാണ്. എവിടെ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും സ്പെഷ്യലായിട്ട് എന്തുണ്ടെങ്കിലും ഈവൻ സാലഡ് പോലും ഞാൻ ക്യാരറ്റ് ഇടും. നിങ്ങളെങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ക്യാരറ്റ് ഇഷ്ടമാണോ ഇല്ലയെന്ന്. അങ്ങനെ ഞാൻ ആ മിക്സൊക്കെ ദോശയിലേക്ക് ഞാനിങ്ങനെ കൂട്ടിയിട്ട് ഇനി അതൊന്ന് പരത്തി വെച്ച് മടക്കി എടുത്താൽ നമ്മുടെ ഓനിയൻ റോസ്റ്റ് റെഡി കേട്ടോ. സാമ്പാർ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പാർ ഇതൊക്കെ കൂടി ഉണ്ടാക്കണം. പരക്കോ എന്തോ, എനിക്ക് തന്നെ ഒരു പേടിയാണ് മൊത്തത്തിൽ. ആ മുഖം കണ്ടില്ലേ? ഇനി കഴിച്ച് നോക്കുമ്പോൾ എന്താവോ ഏതോ അറിയത്തില്ല. എന്തായാലും നോക്കണം അടിപൊളിയാവോ ഇല്ലയോ. ഇനിയിപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു, മറക്കാണ്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ മടിയാന്നേ, വല്ലാത്ത മടിയാണ്. ഫോൺ എടുത്ത് ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് റിംഗ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ എനിക്ക് ഇങ്ങനെ മടി കയറി ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി കിടന്നുറങ്ങി, അല്ലെങ്കിൽ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുക, എങ്ങനെ എന്ത് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ക്ഷാമം, വല്ലാത്ത കണ്ടൻറ്റ് ക്ഷാമം. അതുകൊണ്ട് എനിക്കറിയാൻ മേല. അങ്ങനെ നമ്മുടെ സംഭവം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദോശ ഒന്ന് മടക്കിയെടുത്താൽ മതി. അങ്ങനെ ഫൈനൽ പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇനി ഇതെങ്ങനെ മടക്കും? ഒരു മടക്കും കൂടെ മടക്കണേ. എനിക്കാണെങ്കിൽ ഇത് എവിടെ നിന്ന് മടക്കണം, ഇവിടെ നിന്ന് മടക്കണോ അവിടെ നിന്ന് മടക്കണോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഗൈസ്, അവസാനം നമ്മുടെ ദോശ അങ്ങനെ സെറ്റായിരിക്കുന്നു. എൻ്റെ ആ മുഖം ഒന്ന് നോക്കിക്കേ, എന്ത് ഹാപ്പിയാണ് ഞാൻ. ഫൈനലി അങ്ങനെ ദോശ റെഡി. അപ്പോൾ ഇനി കഴിച്ച് നോക്കട്ടെ സാമ്പാറും ഒനിയൻ റോസ്റ്റ്. നിങ്ങൾ